ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്ത് വീഡിയോ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഇന്ന് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഇട്ടപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാനായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് മെറ്റീരിയലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്തുണ്ടായിരുന്ന കട്ട് പീസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ എല്ലാവരുടെയും കമൻറ്റ്സ് കാണേണ്ട കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യണത്. ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും വീഡിയോ ഇടാനായിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും ചെയ്യണത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ ഈ ഒരു മോഡൽ വീണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയ കുട്ടികൾ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ മെറ്റീരിയൽ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും കട്ട് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് മോഡലൊന്ന് കാണിച്ചു തരല്ലേ വേണ്ടുള്ളൂ സ്റ്റിച്ചിങ്. അപ്പോൾ ഇതൊരു 1 ഇയർ ബേബിയുടെ മെഷർമെൻറ്റിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. അപ്പോൾ 1 ഇയർ ബേബിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേലേക്ക് യോക്കിൻ്റെ ഭാഗത്തേക്ക് 1/2 മീറ്റർ മെറ്റീരിയൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് 3/4 മീറ്ററും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു യോക്കിൻ്റെ ഭാഗത്തുള്ള മെറ്റീരിയൽ എടുത്തിട്ട് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ കൊടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചാണ്. പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്ത് കൊടുത്തത് 4 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ ചെസ്റ്റ് റൗണ്ട് കൊടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ് കേട്ടോ. പിന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടുത്തെ ഭാഗത്തേക്ക് നമ്മൾ ഷേപ്പ് കറക്റ്റ് മെഷർമെൻറ്റ് കൊടുക്കണ്ട. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വേസ്റ്റിൻ്റെ അവിടെ എലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്നില്ല. പിന്നെ ഈ ഓക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണോ എടുക്കുന്നത് ആ ഒരു എലാസ്റ്റിക്കിൻ്റെ അളവും പിന്നെ എലാസ്റ്റിക്കിൻ്റെ വീതിയും പിന്നെ 1/2 ഇഞ്ച് എക്സ്ട്രയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ലെങ്ത്തിൽ ആഡ് ചെയ്യണം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത് 1/2 ഇഞ്ചിൻ്റെ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ 1 ഇഞ്ചാണ് ഞാൻ ലെങ്ത്തിനേക്കാളും കൂടുതൽ ഇട്ടിട്ടുള്ളത്. നോർമലി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് കൂടുതലിടും. അതുകൂടാതെ തന്നെ എലാസ്റ്റിക്കിൻ്റെയും പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് 1 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൂട്ടിയിട്ടിട്ടുണ്ട് ലെങ്ത്തിനേക്കാളും. ഇതിനിപ്പോൾ യോക്ക് ലെങ്ത്ത് 6.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. ഈ 6.5 ഇഞ്ചിൽ കൂടെ ഞാൻ സീം അലവൻസ് 1.5 ഇഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ചാണ് അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ബാക്ക് നെക്കാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ചും വിഡ്ത്ത് 1.5 ഇഞ്ചുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വീതി. അങ്ങനെ ഞാൻ ബാക്കിലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കോളറാണല്ലോ കൊടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത്ര മതി കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഫ്രണ്ടിലെ നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തതും വീതി സെയിം തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ലെങ്ത്ത് ഞാൻ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-2.25 കൊടുക്കട്ടോ ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ബട്ടൺസ് ആണല്ലോ കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ അവിടെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ സിമ്പിളായിട്ട് ചെയ്യുക. ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ്ങുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ലൈനിങ്ങും ഇതുപോലെ സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിന് സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് ഇത് ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ലോക്ക് ചെയ്ത് അവിടെ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. സ്ലീവിൻ്റെ 3.5 ഇഞ്ചാണ് കേട്ടോ സ്ലീവിന് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ആം ഹോളിൻ്റെ അവിടേക്ക് ചെരിച്ച് ഫുള്ളായിട്ട് അങ്ങോട്ട് ചെരിച്ച് കൊടുത്തേക്കാണ് കേട്ടോ. വേറെ മറ്റേ സാധാരണ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ. ഇത് ക്യാപ് സ്ലീവ് മോഡൽ വെറുതെ ജസ്റ്റ് 4 പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റ് ഫോട്ടോയിൽ കാണാൻ 3/4 സ്ലീവാണ്. പക്ഷേ ഇതിന് ഭംഗി ഉണ്ടാവില്ല. ചെറിയ കുട്ടിയല്ലേ, 1 വയസ്സിനൊക്കെ ഇങ്ങനത്തെ സ്ലീവൊക്കെയാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആ യോക്ക് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗത്തിനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കട്ട് പീസ് ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഒരു പീസാണ് കേട്ടോ കട്ട് ചെയ്യണുള്ളൂ. ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒന്നാണ് ഞാനിപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിനൊന്നിങ്ങനെ ലെവലാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കട്ട് പീസല്ലേ, അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ലെവലാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാൻ സീം അലവൻസ് കൂട്ടിയിട്ട് 12 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് നമ്മൾ യോക്കിൽ കട്ട് ചെയ്തില്ലേ അതിനേക്കാളും ഇരട്ടിയാണ് കേട്ടോ നമ്മൾ സ്കേർട്ട് പോർഷന് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് പീസ് ആയതുകൊണ്ട് ഞാൻ കിട്ടുന്ന ഒരു വീതിയാണ് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അടുത്ത പീസ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. പക്ഷേ എനിക്ക് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്ത അത്രയും വീതി എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ രണ്ടാമത്തതിന്. അപ്പോൾ ഞാൻ രണ്ടാമത്തത് എത്രയാണോ കിട്ടിയേക്കുന്നത്
വീതിക്ക് തന്നെ ഞാൻ ഫസ്റ്റത്തേനെ ആക്കി എടുത്തു കേട്ടോ. അല്ലാതെ രണ്ടും വേറെ വേറെ വീതിയായി ഇതാവരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും സെയിം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2 പീസിൽ എക്സ്ട്രാ ഒരെണ്ണം കൂടുതൽ കിട്ടിയത് ഞാൻ കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതിന് വള്ളി കൊടുക്കാണ്ടല്ലോ, അപ്പോൾ അതിന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കറക്റ്റ് മെറ്റീരിയൽ തന്നെ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല കട്ട് പീസ് ആയതുകൊണ്ട്. അപ്പോൾ ഞാനിതാ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ യോക്കിൽ വള്ളി വരുന്നുണ്ടല്ലോ, ആ വള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ മറ്റേ ഭാഗത്ത് നിന്ന് എക്സ്ട്രാ വന്ന ആ ഒരു ഭാഗം കൂടിയിട്ട് 2 പീസും വള്ളിക്ക് വേണ്ടിയിട്ടുള്ള 2 പീസും കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇനി ഇത് ബോ ചെയ്യാനുള്ളൊരു പീസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ സ്ലീവിൻ്റെ അവിടെ ആം ഹോളിൻ്റെ അവിടെ നമുക്ക് ക്രോസ് പീസ് ഇട്ടിട്ട് മറിച്ചടിക്കണം കേട്ടോ, എന്നിട്ടാണ് സ്ലീവ് വെക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് വെക്കണ്ടേ, ബട്ടൺസൊക്കെ വെക്കാനുള്ള ഒരു 2 പീസ് 2 ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്കേർട്ടിൻ്റെ ഭാഗമൊക്കെ അവിടെ മാറ്റി വെക്കുകയാണ്. നമ്മുടെ കട്ട് ചെയ്തതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിലെ ഭാഗം എടുക്കുക കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്തില്ലേ ബട്ടൺസ് വെക്കാനായിട്ടുള്ള ആ ഒരു ഭാഗം ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ നമ്മുടെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എവിടെയാണോ അവിടെ വെക്കണം കേട്ടോ. ഇതിന് പിന്നെ രണ്ടും സെയിം ആണ് കേട്ടോ, 2 ഭാഗവും, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അകമ്പുറമുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ഉൾവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു പീസിനെ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബട്ടൺസ് വെക്കാനും ബട്ടൺ ഹോൾ അടിക്കാനുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പട്ട വെക്കുക. ഇതിൻ്റെ യോക്ക് ഭാഗത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ക്രഷാണ് കേട്ടോ, ക്രഷിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പട്ട ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു വളഞ്ഞു പോണ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ അപ്പുറത്ത് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, അത് നിർബന്ധം എന്നുള്ള കാര്യമല്ല. അപ്പോൾ ഇനി നമ്മൾ മറ്റേ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ കേട്ടോ, ഉൾവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ബട്ടൺ ഹോളും ബട്ടൺസ് വെക്കാനുള്ളതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അരികവശത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്രഷിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു ഭാഗം ഓപ്പോസിറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഇങ്ങനെ വളഞ്ഞ് പോണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു സ്റ്റിച്ച് കൊടുത്തപ്പോൾ ഫിനിഷ് ആയിട്ടാണ്. അപ്പോൾ അത് നിർബന്ധമുള്ളതല്ല കേട്ടോ, അത് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ 2 നല്ല വശം കൂടിയിട്ട് ചേർത്ത് വെക്കുക. ഇതിന് പിന്നെ നല്ല വശം ഇല്ല ചീത്ത വശവും ഇല്ല കേട്ടോ, രണ്ടും സെയിം ആണ്. അപ്പോൾ ഏതാണോ മെറ്റീരിയലിൻ്റെ നല്ല വശം ഏതാണോ നല്ല വശം രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക. അത് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. ഇനി നമുക്കിതിൻ്റെ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ക്രോസ് പീസിനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആം ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് ചീത്ത വശത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഉൾവശത്ത് വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടാണ് ക്രോസ് പീസിനെ സ്റ്റിച്ച് ചെയ്യണത്. ക്രോസ് പീസിനെ ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഇങ്ങനെ നമ്മൾ നെക്കിലൊക്കെ ചെയ്യില്ലേ അതുപോലെ ഇങ്ങനെ കട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ മറിച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് ഉൾവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്, അത് മറക്കരുത്. നമ്മൾ റെഡിമെയ്ഡിലൊക്കെ കാണാറില്ലേ ഇതുപോലെ ഇങ്ങനെ ഒരു പൈപ്പിങ് മേലേക്ക് കൊടുത്ത പോലെ, അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഉള്ളിൽ വെച്ചിട്ട് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ ആം ഹോളിൻ്റെ അവിടെ ക്രോസ് പീസ് ഇട്ടിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ അപ്പുറത്തെ ആം ഹോളും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ക്രോസ് പീസ് ഇട്ടിട്ട്. അപ്പോൾ ഉൾവശത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് 2 ആം ഹോളും നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സ്ലീവ്, അതിന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. സെൻറ്റർ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സെൻറ്ററിലൊരു കട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കുക ആം ഹോളിനെ. എന്നിട്ട് ഇതാ സെൻറ്റർ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് സെൻറ്റർ കറക്റ്റ് ആക്കണ്ട കേട്ടോ. നമ്മൾ അവിടുന്ന് ഈ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ കുറച്ചധികം വിട്ട് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ ആം ഹോൾ കറക്റ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് സ്ലീവിനെ സ്റ്റിച്ച് ചെയ്യണ്ട. ഇതൊരു ക്യാപ്പ് സ്ലീവായിട്ടാണല്ലോ നമ്മൾ കൊടുക്കണത്. അപ്പോൾ ഇതുപോലെ ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ
അവിടുന്ന് 2.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് സെൻറ്ററിലേക്ക് എത്തുന്ന സമയത്ത് എന്താണ് ആ ഒരു സെൻറ്ററിൻ്റെ അവിടെ നമുക്ക് കൂടുതലുള്ള തുണി ഉണ്ടല്ലോ സ്ലീവിൻ്റെ, ആ കൂടുതലുള്ളതിന് നമ്മളവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറിയ ഞൊറിവ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യണത് ക്രോസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ഒരു സ്റ്റിച്ചിൽ കൂടെയാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അറിയില്ല, അവിടെ 2 സ്റ്റിച്ചായിട്ട് പോയിക്കോളും, വേറെ സ്റ്റിച്ച് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇതാ നമ്മൾ അവിടെ 2.5 ഇഞ്ച് കൊടുത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ആം ഹോളിൻ്റെ ഇവിടെ 2.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ ഒരു എന്താണ് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതിലേക്ക് സ്ലീവിനെ എത്തിക്കുക കേട്ടോ. സ്ലീവ് ആ ഒരു അവിടെ വന്നിട്ട് അവസാനിച്ചാൽ മതി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സ്ലീവിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ എന്താണ് ഷേപ്പ് കൊടുക്കില്ല, ആ ഷേപ്പിനേക്കാളും കുറച്ചും കൂടെ കയറ്റി വെച്ചിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്ലീവിൻ്റെ പോലെ അല്ല, സാധാരണ സ്ലീവ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് എന്താണ് തുമ്പത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരില്ലേ, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത സ്ലീവും കൂടെ ഇതേ മെഷർമെൻറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. 2.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് സ്ലീവിൻ്റെ തുമ്പ് വെച്ച് തുടങ്ങുക. എന്നിട്ട് സെൻറ്ററിൽ എത്തുമ്പോൾ എക്സ്ട്രാ വരുന്ന എന്താണ് തുണി സ്ലീവിനെ ഞൊറി വിട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ 2.5 ഇഞ്ച് തന്നെ അപ്പുറത്ത് മാർക്ക് ചെയ്തിട്ട് അതിൽ സ്ലീവിനെ അവസാനിപ്പിക്കുക സ്റ്റിച്ചിങ്. അങ്ങനെ ഞാൻ ഈ സ്ലീവും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് ഇങ്ങനത്തെ സ്ലീവാണ് കേട്ടോ അവർക്ക് ഭംഗി ഉണ്ടാവുക. നമ്മൾ 3/4 ഒന്നും ചെയ്താൽ 1 ഇയർ ബേബിക്കൊന്നും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ സ്ലീവ്ലെസ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും ഒരു സ്ലീവ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നെക്ക് കറക്റ്റാക്കി പിടിച്ചിട്ട് എന്താണ് നെക്കിൻ്റെ ബാക്ക് ഉണ്ടല്ലോ, ബാക്കിലെ നെക്കിൻ്റെ അവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ സെൻറ്റർ എന്താണ് നെക്കിൻ്റെ റൗണ്ട് ഒന്ന് അളവെടുക്കുക കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് അളവെടുക്കുക. ഈ ഒരു അളവിന് വേണം നമുക്ക് കോളർ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ 14 ഇഞ്ചാണ് കേട്ടോ കോളറിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 14 ഇഞ്ചിൽ വേണം നമുക്ക് കോളർ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ക്യാൻവാസിനെ നമ്മൾ ഡബിളാക്കിയിട്ടാണല്ലോ മടക്കിയിട്ടിരിക്കണത്. അപ്പോൾ 14 ഇഞ്ചാണ് കോളറിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഒരു എന്താണ് ക്യാൻവാസിൻ്റെ വീതി 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കുക. വീതി 2.5 ഇഞ്ചും എന്താണ് നീളം പകുതി 7 ഇഞ്ചും കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിയിലത്തെ ആ ഒരു ലൈനിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കുക. ഇതിപ്പോൾ കോളറിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ. അപ്പോൾ 1 ഇഞ്ചും പിന്നെ 1.5 ഇഞ്ചും, അപ്പോൾ ടോട്ടൽ 2.5 ഇഞ്ചാണല്ലോ നമ്മൾ വീതി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ 2 പാർട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഭാഗത്തുനിന്ന് 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ലാസ്റ്റിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ആ ഒരു 3/4 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഒരു പോയിൻ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു പോയിൻ്റ് ചെരിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇഞ്ച് കണക്കൊന്നുമില്ല, ഒറ്റ പോയിൻ്റ് മതി. ഒരു ചെരിവ് കൊടുക്കുക. അതുപോലെ തന്നെ അടിയിലേക്ക് അങ്ങോട്ടൊരു ചെരിവ് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ 3/4 ഇഞ്ച് കൊടുത്തില്ലേ, ആ 3/4 ഇഞ്ചിൽ നിന്ന് മേലേക്ക് ഇതുപോലെ ഒരു കോണാക്കിയിട്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് ആ 2.5 ഇഞ്ചിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, എൻഡ് ഭാഗത്തു നിന്ന് മുകളിലേക്കായിട്ടൊരു 1/4 ഇഞ്ച് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു 1/4 ഇഞ്ചിന് നമ്മൾ ഈ സെൻട്രലിലേക്കായിട്ട് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് കൊണ്ടുവരിക. ആ ഒരു മുന വരുന്ന ഭാഗം ഉണ്ടല്ലോ, കോളറിൻ്റെ ഒരു വി വരുന്ന ആ ഒരു ഭാഗത്ത് 1/4 ഇഞ്ചൊന്ന് മേലേക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും എന്താണ് മനസ്സിലാവും കേട്ടോ. പിന്നെ അതാ അടിഭാഗമല്ലേ, അടിയിലത്തെ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെരിവ് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തില്ലേ, അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കായിട്ട് ഒരു ചെറിയൊരു കർവാക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതൊക്കെ കോളറിൻ്റെ കട്ടിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഇത് നമ്മൾ 2 സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കോളറിൽ കട്ട് ചെയ്യുക. ഇതിപ്പോൾ ചെറിയ കുട്ടിയുടെ ഡ്രസ്സായതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരുപാട് കട്ടിയൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒറ്റ പീസിലാണ് ഇപ്പോൾ ഈ ഒരു കോളർ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഗേൾസിൻ്റെ അല്ലേ, അപ്പോൾ നമുക്ക് ഒറ്റ പീസിലൊക്കെ ചെയ്താൽ മതി. പിന്നെ നല്ല വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതൊക്കെ വേറെ മെത്തേഡാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മളെ എന്താണ് യോക്ക് പീസിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതിൽ ഈ ഒരു ക്യാൻവാസിനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ആ ഒരു എന്താണ്
ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് 1/2 ഇഞ്ച് തുമ്പ് മതി കേട്ടോ. വി ഷേപ്പ് വന്ന ഭാഗമല്ല, മറ്റേ ഭാഗം കേട്ടോ, നമ്മൾ നെക്കിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം. ആ ഭാഗത്ത് ഇങ്ങനെ മടക്കിയിട്ട് ക്യാൻവാസിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏത് ഭാഗം സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ വി വന്ന ഭാഗമല്ല. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു വേസ്റ്റ് പീസിൻ്റെ മുകളിലിട്ടിട്ട് ഇതിനൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാൻവാസിൻ്റെ കരഭാഗം സ്റ്റിച്ച് ചെയ്തില്ലേ, തുണി മടക്കിയിട്ട് അവിടുന്ന് നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എത്ര കൊടുക്കുന്നുണ്ട് അതൊന്ന് അവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്, തയ്യൽ തുമ്പ് അവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ക്യാൻവാസുമ്മ തട്ടാതെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് കവർ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, ഒരു വി ഷേപ്പൊക്കെ ആ ഒരു കോർണറൊക്കെ എത്തുന്ന സമയത്ത് അവിടെ സൂചി നിർത്തിയിട്ട് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫൂട്ടിട്ടതിൻ്റെ ശേഷം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അത് മറക്കരുത്, നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അവിടെ 1/4 ഇഞ്ച് തുമ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് തുണി വേണ്ട, അപ്പോൾ നമ്മൾ മറിക്കണ സമയത്ത് ഒരു വൃത്തി കിട്ടില്ല കേട്ടോ. അപ്പോൾ 1/4 ഇഞ്ച് മാത്രം തുമ്പിട്ട് കൊടുത്താൽ മതി. തുമ്പിട്ടതിന് ശേഷം നമ്മൾ നെക്കിലൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്തും ഒക്കെ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമ്മൾ ഒന്ന് മറിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ മറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്റർ ഫസ്റ്റ് മറിച്ചതിന് ശേഷം ആ ഒരു മൂലഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇതുപോലെ ഈർക്കിൾ അല്ലെങ്കിൽ കത്രികയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു ഷേപ്പ് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു ഭാഗമല്ലേ, അവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടിയിലത്തെ തുണിയില്ലേ, ആ തുണീനെ നല്ല വൃത്തിക്ക് പിടിച്ചു കൊടുക്കുക കേട്ടോ. കോളറിൻ്റെ ആ ഒരു എൻഡ് ഭാഗമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് തുണീനെ നല്ല വൃത്തിയിൽ പിടിച്ചു കൊടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്ട്രെയിറ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതാ ഈ ഒരു തുമ്പുണ്ടല്ലോ, അതൊരു 1/4 ഇഞ്ച് മതി, ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു 1/4 ഇഞ്ച് മാത്രം നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ഇതിനെ അങ്ങനെ നടുമടക്കിയതിന് ശേഷം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നെക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കിലൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഇതിൻ്റെ സെൻറ്ററും അതിൻ്റെ സെൻറ്ററും കൂടി കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് നോക്കുക കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കോളർ സ്റ്റിച്ച് ചെയ്ത് വരിക. നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോളറിന് 1/4 ഇഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു 1/4 ഇഞ്ച് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. ഇതുപോലെ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് കേട്ടോ, ഈ ഒരു ക്യാൻവാസ് ഇല്ലാത്ത തുണിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് അറിയണവർക്ക് മനസ്സിലാകും, പെട്ടെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണത് കേട്ടോ. അപ്പോൾ നമ്മളിതാ കറക്റ്റാണ്, നമ്മുടെ കോളർ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ വേഗം ഊരി വരും. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നമ്മളിങ്ങനെ ഈ ഒരു തുമ്പുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു തുമ്പ്, അത് ഈ ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ആ ഒരു തുമ്പ് ഭാഗമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അതിൽ ലാസ്റ്റിൽ എത്തുമ്പോൾ ഒന്നൊരു കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തോട്ടോ. അപ്പോൾ നമ്മുടെ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോളറിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അറ്റത്തെ അരികുവശം, അതിൽ കൂടെ ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യണതാണ് കേട്ടോ. ഇത് നിർബന്ധമുള്ളതൊന്നുമല്ല. ഷർട്ടിൻ്റെ മുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെയ്തോട്ടോ. എന്നിട്ട് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഒക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ കോളർ നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഓപ്പൺ, നമ്മുടെ ബട്ടൺസും ഹോളൊക്കെ അടിക്കാനുള്ള ആ ഒരു ഭാഗത്തിന് നമുക്കവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിൻ ചെയ്തിട്ട് ഒന്ന് അവിടെ
കറക്റ്റാക്കി പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് ഷേപ്പ് ചെസ്റ്റ് റൗണ്ടൊക്കെ ഒന്ന് ഷേപ്പാക്കാൻ. അപ്പോൾ ഞാൻ 2 പിന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെസ്റ്റ് റൗണ്ടൊക്കെ ഷേപ്പാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം എടുക്കാം കേട്ടോ. ഉൾവശം എടുത്തതിന് ശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് 1 ഇഞ്ചാണ് സീം അലവൻസ് ഞാൻ കൊടുക്കണത്. പിന്നെ കുറച്ച് ഇത്തിരി ലൂസിൽ കിടന്നോട്ടെ വിചാരിച്ചിട്ടുണ്ട്. ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് ആം ഹോളിൻ്റെ അവിടെ അങ്ങനത്തെ സ്ലീവാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇത്തിരി ലൂസിലവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 1 ഇഞ്ചാണ് സീം അലവൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിതാ ഷേപ്പാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് 1/2 ഇഞ്ച് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളവിടെ എലാസ്റ്റിക് കൊടുക്കണതാണല്ലോ, അപ്പോൾ ഒരു എലാസ്റ്റിക് വരുന്നതുകൊണ്ട് നമുക്കവിടെ ഷേപ്പ് കറക്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കവിടെ തുണി എന്തായാലും കൂടുതൽ വേണം, ഈ ഒരു എലാസ്റ്റിക് ചുരുങ്ങി കിടക്കണ്ടേ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു വൃത്തി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ 1/2 ഇഞ്ച് ആകെ സീം അലവൻസ് കൊടുത്തിട്ടുള്ളൂ. ഈ 1 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ചിലേക്ക് ഇങ്ങനെ ചെരിച്ചിട്ട് ഷേപ്പാക്കിയിട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗം ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ നല്ല വശം മറിച്ചെടുക്കാം കേട്ടോ. ഷേപ്പാക്കിയതിന് ശേഷം ഇപ്പോൾ നല്ല വശം മറിച്ചെടുത്ത് ഇതിന് ശേഷം ഇനി നമുക്ക് ഈ സൂചി നമ്മളിവിടെ സൂചി വെച്ചിട്ടില്ലേ, ഓപ്പൺ ചെയ്ത ആ ഒരു ഭാഗം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാട്ടെ. 2 ഭാഗം ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ യോക്കിൻ്റെ ഭാഗം. ഇനി നമുക്ക് സ്കേർട്ട് പോർഷന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗത്ത് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഞാൻ, ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത് ബോക്സ് പ്ലീറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ബോക്സ് പ്ലീറ്റിനൊക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ, നല്ല വീതിക്കുള്ള പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ മെറ്റീരിയൽ അധികം വേണം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മടക്കുന്ന രീതിക്കുള്ള പ്ലീറ്റ്സാണ് കേട്ടോ കൊടുക്കണുള്ളൂ, മെറ്റീരിയൽ കുറവായതുകൊണ്ട്. അപ്പോൾ തുണി എങ്ങനെയാണ് അതിനനുസരിച്ച് പ്ലീറ്റ്സ് ഉള്ളിലേക്ക് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയേ ഇടണുള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ആ ഒരു വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ യോക്കിനെടുത്ത ആ ഒരു വേസ്റ്റ് റൗണ്ട് ഇതും കറക്റ്റായിട്ട് വരണം. നമ്മൾ ബാക്കി എക്സ്ട്രാ ഉള്ളതൊക്കെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബോക്സ് പ്ലീറ്റ് അറിയാലോ, ഒരെണ്ണം അങ്ങോട്ടും പിന്നെ അതുപോലെ അടുത്ത പ്ലീറ്റ് ഇപ്പുറത്തേക്കും വെച്ചിട്ടാണല്ലോ ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യണ പോലെ കേട്ടോ. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 പ്ലീറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ കറക്റ്റ് ഇതില്ല. അപ്പോൾ ഞാനതിൻ്റെ വേസ്റ്റ് റൗണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് നോക്കണുണ്ട് കേട്ടോ, അത് കറക്റ്റ് ആവണുണ്ടോ എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ആവണ വരെയാണ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണത്. അപ്പോൾ ഒരു പ്ലീറ്റ്സും കൂടെ കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്തതും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അടുത്തതും ഈ സെയിം അളവിൽ തന്നെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സാധാ പ്ലീറ്റ്സ് ഇട്ടാലും മതി, പക്ഷേ കുറച്ചും കൂടി വൃത്തി ബോക്സ് ഇടുമ്പോഴാണ് കേട്ടോ. ഇനി രണ്ടും നല്ല വശം ചേർത്ത് വെച്ചിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ യോക്കിൻ്റെ, അതുപോലെ ഇതിൻ്റെ വേസ്റ്റ് റൗണ്ടും അതിൻ്റെ കറക്റ്റ് നോക്കിയിട്ട് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇതുപോലെ വേസ്റ്റ് റൗണ്ട് ഇതിൻ്റെ വേസ്റ്റ് റൗണ്ടും കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ഭാഗം ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇനി നമ്മൾ മടക്കി പിടിച്ചിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യാം കേട്ടോ. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വള്ളി വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് 2 ഇഞ്ച് അതുപോലെ ഇപ്പുറത്തേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 2 ഇഞ്ചിൻ്റെ ആ മാർക്ക് ചെയ്തതിലാണ്ട് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുക. അപ്പോൾ 2 പീസിനും ഇതുപോലെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വള്ളി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു 2.5 ഇഞ്ചൊക്കെ വീതി വന്നിട്ടുണ്ട് കേട്ടോ ഈ വള്ളി. നമുക്ക് എത്ര വീതി വേണ്ടിച്ച് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വള്ളി സ്റ്റിച്ച് ചെയ്യുക. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. 2 തുമ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അപ്പുറത്ത് കൂടിയും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വള്ളിക്ക്. അപ്പോൾ 2 വള്ളി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വള്ളിയുടെ ലെങ്ത്ത് ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് എലാസ്റ്റിക്കിന് നമ്മൾ തയ്യൽ തുമ്പ് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു 1 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ഈ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത്ത് ഇത്തിരി കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് വള്ളി.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് എത്രയാണോ വരുന്നത് നോക്കിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്ത ഭാഗത്ത് വള്ളിമേൽ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു മാർക്കിങ്ങും കൂടി കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളിതിനെ ജോയിൻ ചെയ്ത് കൊടുക്കുക വള്ളീനെ. അപ്പോൾ 2 വള്ളി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യട്ടെ, എന്നിട്ട് എക്സ്ട്രാ ഉള്ളതാണ്ട് കട്ട് ചെയ്ത് കളയണം വള്ളിയുടെ ഭാഗം. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് 2 വള്ളി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തും കൂടിയിട്ട് ഈ വള്ളീനെ സ്ട്രെയിറ്റ് പിടിക്കട്ടെ, പിരിയരുത്. അവിടെ എങ്ങനെയാണ് വെച്ചാൽ അതേ ലെവലിൽ തന്നെ കൊടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വള്ളിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തത് മനസ്സിലായില്ലേ, നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയിലാണോ വന്ന് നിൽക്കേണ്ടത് അവിടെ കറക്റ്റാക്കി പിടിച്ചിട്ടാണ് കേട്ടോ ഈ വള്ളിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വള്ളീനെ നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, ഇത് പുറത്തേക്ക് വരരുത്, ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ യോക്കിനെയും സ്കേർട്ടിനെയും കൂടിയിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്ററില്ലേ ഹുക്ക് വെക്കണ സംഭവം, ഇത് ബട്ടൺസ് വെക്കണ അതിൻ്റെ സെൻറ്ററും അതിനെയും നമ്മൾ ഈ സ്കേർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ ആ സെൻറ്ററിലേക്ക് ഈ ബട്ടൺസ് വെക്കണേനെ വെച്ച് കൊടുക്കുക, ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് 1 ഇഞ്ച് നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇട്ടിട്ടില്ല, ആ 1 ഇഞ്ച് യോക്കിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് വേണം കേട്ടോ. 1 ഇഞ്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണത്, അത് മറക്കരുത്. പിന്നെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് മതി, നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്കേർട്ടിൻ്റെ ഒക്കെ ഭാഗത്ത് തുമ്പിടുക അത്ര മതി കേട്ടോ. ഈ യോക്കിൻ്റെ ഭാഗത്ത് മാത്രമാണ് എലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇനി ബാക്കി മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ കൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ റൗണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വൈറ്റ് മെറ്റീരിയൽ 1 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്, സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ 1/2 ഇഞ്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ കൂടുതൽ വേസ്റ്റ് റൗണ്ട് ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇടേണ്ടത് യോക്കിൻ്റെ ഭാഗത്താണ് കേട്ടോ. പിന്നെ അത് ഞാൻ എലാസ്റ്റിക് ഇങ്ങനെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 17 ഇഞ്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനേക്കാൾ 2-3 ഇഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ എലാസ്റ്റിക് ഇടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആ 1 ഇഞ്ച് ഇട്ട് കൊടുത്തില്ലേ, ആ 1 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് എലാസ്റ്റിക്കിന് വെച്ച് കൊടുക്കുക. അത് യോക്കിൻ്റെ ഭാഗത്തേക്ക് വേണം കേട്ടോ മടക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ ഈ വള്ളി ഉള്ളിൽ അടിയിൽ വരുന്ന വള്ളി ഉണ്ടല്ലോ അതൊക്കെ സ്ട്രെയിറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ, ചെരിഞ്ഞിട്ടൊന്നും നിൽക്കരുത്. അതവിടെ ലെവലാക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് ഇട്ടതിന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് എലാസ്റ്റിക്കിന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ, എന്നാലും നമുക്കിവിടെ അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തുണി ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടിന് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക്കിന് നമ്മൾ ഫസ്റ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്തത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ റൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്ന് എലാസ്റ്റിക്കിന് ഉള്ളിൽ നിന്ന് എടുക്കണം, അപ്പോഴേ നമുക്കവിടെ തുണി വരുള്ളൂ. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് പരിചയമുള്ളവർക്ക് കുഴപ്പമില്ല, വേഗം മനസ്സിലാവും. അല്ലാത്തവർക്കാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വള്ളിയൊക്കെ കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എലാസ്റ്റിക് വെക്കുമ്പോൾ തന്നെ കറക്റ്റിലാണോ എന്നൊക്കെ നോക്കണം കേട്ടോ. അടിയിൽ ചെരിഞ്ഞ് പെടാതൊക്കെ വൃത്തിക്കൊക്കെ ചെയ്യണം. അതിന് ശേഷം ഈ ഒരു വള്ളീനെ ഇവിടെ ഷോൾഡറിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണമല്ലോ, ഷോൾഡറൊന്ന് പിടിപ്പിക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ ഉരി വീണുകൊണ്ടിരിക്കും, ചെറിയ കുട്ടികളുടെ ഡ്രസ്സല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റായി വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡറിലെ ജോയിൻ്റ് ഉണ്ടല്ലോ സ്റ്റിച്ച്, ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ ഈ വള്ളീനെയും കൂടി വെച്ച് കൊടുത്തിട്ട് കോളറിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ഒരു 2 കെട്ടിട്ടിട്ടൊന്ന് അവിടെ പിടിപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ വള്ളീനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 2 വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം ലാസ്റ്റത്തെ പണിയാണ് ഇതിൻ്റെ അടിവട്ടുണ്ടല്ലോ അവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഞാനപ്പോൾ 1 ഇഞ്ച് ഉള്ളിലേക്കും കൊടുത്തിട്ടുണ്ട്, മേലേക്ക് അങ്ങനെ 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിട്ടിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് എത്ര വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഫുൾ ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത്
16.5 ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും സിമ്പിളാണ് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഒരു ബോ കൊടുക്കണ്ടേ നെക്കിൽക്ക്, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വേസ്റ്റിൽ നിന്നൊരു മെറ്റീരിയൽ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അതിൻ്റെ വീതി ഇപ്പോൾ നമുക്ക് എത്ര ബോയുടെ വലിപ്പം വേണ്ട അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ 3 വശവും സ്റ്റിച്ച് ചെയ്യുക. ഒരു വശം പിന്നെ ഫോൾഡ് ഉണ്ടല്ലോ ഒരു ഭാഗത്ത്. അപ്പോൾ എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു തുണീനെ മാത്രം പിടിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു 1/4-3 ഇഞ്ചൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മറിച്ചെടുക്കുക കേട്ടോ. തുണീൻ്റെ നല്ല വശം മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് ഈ ഒരു ബോക്സ് ആയിട്ടില്ലേ, ഇനി ഇതിൻ്റെ 4 വശവും മൂലഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കത്രിക ഈർക്കിളി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിന് വള്ളി കൊടുക്കണമല്ലോ. അപ്പോൾ ആ വള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റേ മെറ്റീരിയൽ ഇല്ലേ യോക്കിൻ്റെ, അതിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ വള്ളി സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ആ മെറ്റീരിയൽ കുറച്ചായതുകൊണ്ട് ഞാൻ തികയാത്തതുകൊണ്ട് ജോയിൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് 2 പീസിനെ. അപ്പോൾ ഇതാ ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വള്ളി മറിച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാനൊരു ഈർക്കിളി വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഉണ്ട് വള്ളി മറിച്ചെടുക്കാറ്. വള്ളി എന്തെങ്കിലുമൊക്കെ മറിച്ചെടുക്കുക ഈർക്കിളി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു തുമ്പ് ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് കുത്തി കൊടുത്ത് എന്നിട്ട് ഇതാ ഇതുപോലെ അറ്റത്തേക്ക് എത്തണ വരെ ഇങ്ങനെ ചുരുക്കി ചുരുക്കി എടുക്കും കേട്ടോ ഈർക്കിളിയുടെ മുകളിലേക്ക്. അങ്ങനെ എടുത്തതിന് ശേഷം ഈർക്കിളീനെ ഊരിയെടുക്കും. എന്നിട്ട് ഇതാ ഇതുപോലെ മറിച്ചെടുക്കും. അപ്പോൾ ഈ വള്ളി മറിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ ഈ ഒരു ബോർഡർ പീസ്, അതിൻ്റെ മുകളിലൊന്ന് തുന്നി കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൂചി നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചില്ലേ, ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൽ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യില്ലേ, ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. തുന്നിയതിന് ശേഷം നമുക്കിതിനൊന്ന് ടൈറ്റാക്കിയിട്ട് ഒന്ന് ഇതാക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തില്ല, അകമ്പുറം മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട്ട് കൊടുത്തില്ലേ, ആ ഒരു ഭാഗം ഉള്ളിലേക്ക് വരണം കേട്ടോ. ഉള്ളിലേക്ക് കൊടുക്കണ ഭാഗത്തേക്കാവണം ആ വെട്ട് കൊടുത്ത ഭാഗം. അവിടെയാണ് ഇപ്പോൾ ഞാൻ ഈ തുന്നണത് കേട്ടോ. വെറുതെ ഒന്നിങ്ങനെ തുന്നി കൊടുക്കുകയാണ് നൂലവിടെ നിൽക്കാൻ. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ആ ഒരു വള്ളി ഉണ്ടല്ലോ, ആ വള്ളീനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ബാക്കിലേക്കായിട്ട് കെട്ടി കൊടുക്കുക. ബാക്ക് വശം ഏതാണോ അവിടെ കെട്ടി കൊടുക്കുക. അപ്പോൾ ഈ കെട്ടി കൊടുക്കുന്ന സമയത്ത് 2 വള്ളിയും 2 സൈഡിലേക്ക് നിൽക്കുന്ന രീതിക്ക് പിടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കോളറിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് 2 സൈഡിലേക്ക് 2 വള്ളി വരണം കേട്ടോ. 2 ഭാഗങ്ങളും ഈ ഒരു രീതിക്കാണ് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ബോ ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ, ഇങ്ങനത്തെ ബോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ 2ഉം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ബട്ടൺ ഹോളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്, ബട്ടൺസും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് മാച്ചായിട്ടുള്ള ബട്ടൺസ് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ഒരു ബ്ലൂവിൻ്റെ മുകളിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു ബട്ടൺസ് തന്നെ കിട്ടി. അപ്പോൾ നല്ല മാച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടൺ ഹോളും ബട്ടൺസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ഡ്രസ്സിൻ്റെ ലുക്ക് കേട്ടോ, ഫൈനൽ ലുക്ക്. അപ്പം ഞാനിപ്പോൾ അവിടെ എന്താ ബോ വെച്ച് നോക്കിയെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഡ്രസ്സ് ചെയ്തില്ലേ അതിൽ ബാക്കിൽ ബോ കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ ബോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, അതിന് മെറ്റീരിയൽ ഇല്ല. പിന്നെ അത് മാത്രമല്ല ഇത് ഒരുപാട് ഓവറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിന് സിമ്പിളായിട്ട് ഇതാണ് ഭംഗി. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കെട്ടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കോളറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ കോളറിൻ്റെ ഉള്ളിൽ കൂടെ വള്ളീനെ എടുക്കുക കേട്ടോ. കോളറിൻ്റെ ഉള്ളിൽ കൂടെ വള്ളീനെ കൊടുന്നിട്ട് ബാക്കിൽ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ആ കെട്ടിക്കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ വള്ളിയുടെ ഇങ്ങനെ കെടുക്കുന്ന ഭാഗം, അതിനെ നമ്മൾ ആ ഒരു കെട്ടിയ ഭാഗം ഉണ്ടല്ലോ, ആ കെട്ടിയ ഭാഗത്തായിട്ട് അവിടെ ഉള്ളിൽ ഇങ്ങനെ മടക്കി ചുരുക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വെച്ചാൽ മതിയിട്ടാണ്, പുറത്ത് കാണാത്ത രീതിക്ക്. അപ്പോൾ നമ്മൾ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കോളറിൻ്റെ മുകളിലായിട്ട് നിൽക്കുകയും ചെയ്യും. ആ വള്ളി കാണൂല കേട്ടോ, കോളറിൻ്റെ ഉള്ളിൽ പോയി വള്ളി ഇതുപോലെ ഉള്ളിലേക്ക് 2 സൈഡിലേക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ കെട്ടി കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ അതിനേക്കാളും നല്ലത് ഇതാണ്. എന്താ വെച്ചാൽ നെക്കിന് കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ നമ്മളതിന് 2ാം പണി എടുക്കേണ്ടി വരും. എലാസ്റ്റിക് ചിലപ്പോൾ കൂടുക കുറയൊക്കെ ചെയ്താൽ. അപ്പോൾ വള്ളിയാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാ, പറ്റണതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതുപോലെ സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രീ ടൈമിനനുസരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്